ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 11. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങല്ലേ? കഥയുടെ തുടക്കത്തിൽ പതിവ് പോലെ എല്ലാവരും അവരുടെ ജോലി സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഹീറോയും ജോലി ചെയ്യാൻ തയ്യാറെടുക്കുന്നു. പെട്ടെന്ന് പിന്നിലൂടെ ലുലു വന്ന് ഹീറോനെ വിളിക്കുന്നതും ഹേയ് എന്താ എല്ലാം ഓക്കെ അല്ലേ? അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഹീറോന്റെ മനസ്സിൽ ലുലു പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞാൽ പിന്നെ വില്ലേജ് എല്ലാവർക്കും തന്നെ ഉത്സവമായിരുന്നു. അതുകൊണ്ട് തന്നെ ലുലുവിന് ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായി എടുക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇവൾ ഇതുവരെ ഓക്കെയാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. അതിന് ഹീറോയും ഞാനും അതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതും പതിവ് പോലെ ഇവർ കുക്കിംഗ് പരിപാടികൾ ചെയ്യുന്നതും ഇവിടെ ഹീറോന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നേരത്തെ എനിക്കറിയില്ല. അതിന് കാരണം ഇവർ ഞാൻ നന്നായിരിക്കണമെന്ന് കരുതി ഞാൻ എണിക്കുന്നതിന് മുമ്പ് എല്ലാ ജോലിയും ചെയ്യണമെന്ന് കരുതും. അതിനുവേണ്ടി ഞാൻ മടിയനുമല്ല, ഞാൻ എന്റെ ജോലികൾ ചെയ്യാറുണ്ട്. ചീഫ് ഇന്നലെ രാത്രി സ്റ്റോർ റൂമിൽ സ്ലൈം കയറി ആകെയുള്ള വൈൻ കുടിച്ചു തീർത്തു. കുഴപ്പമില്ല, വിട്, അതുവരെ പ്ലാൻ ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം കില്ലർ റാബിറ്റിനെ അടിച്ച് കുക്കിംഗ് ചെയ്ത് കഴിക്കാൻ കൊടുത്തതും നമ്മുടെ ഫ്ലോർ ഉറക്കപ്പിച്ചയിൽ എനിക്ക് മൈക്രോ ഓർഗാനിസം വേണം എന്ന് പറഞ്ഞ് പുലമ്പുന്നതും അയ്യോ ഇവൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ ഇപ്പോഴും മൈക്രോ ഓർഗാനിസം കണ്ടെത്തിയിട്ടില്ല. ഇതിനിയും 20% മാത്രം മതി. എനിക്ക് ഇനിയും റിസൾട്ട് വേണം. അതിന് പകലോ രാത്രിയോ എന്നില്ലാതെ ഇത് ഉപയോഗിക്കാമെന്ന് കരുതുന്നു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എങ്കിലും ഇവൾ മാത്രം ഒന്നും കഴിക്കാതെ നടക്കുന്നു. അത് കഴിഞ്ഞ് കില്ലർ ഏഞ്ചൽസ് ഒരാൾ വന്ന് ചീഫ് ഇന്നലെ കില്ലർ റാബിറ്റ് 3 വന്ന് എത്തി നോക്കി. പിന്നെ കുറോയും മറ്റുള്ളവരും അടിച്ചു വന്നു. അതിനെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഇത് കേട്ട് നമ്മൾ ഹീറോ ഒക്കെ പറയുന്നു. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കില്ലർ ഏഞ്ചൽസ് എല്ലാം നന്നായി ഫുഡ് അടിയും നന്നായി ഉറങ്ങുകയും ചെയ്യും. ബട്ടൂണി കഴുകുക, ബാക്കി പരിപാടിക്ക് മറ്റുള്ളവരെ പണിയെടുപ്പിക്കും. എന്നാലും ഈ വില്ലേജിൽ ഇവരുടെ കണ്ണുവെട്ടിച്ച് ആർക്കും വരാൻ കഴിയില്ല. അതിനുശേഷം അടുത്ത ദിവസം ഹീറോ പതിവ് പോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ് എന്റെ ജോലി നോക്കുന്നതിനിടെ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു ഹരമാണെന്നും പറഞ്ഞ് ഒരു ഇല നീക്കിയതും ഇത് പിന്നെയും വന്നു. സത്യത്തിൽ കഴിഞ്ഞ ലോകത്തിലെ കീടങ്ങളൊന്നും ഇവിടെയില്ല. എന്നാൽ ഇവ കുറച്ച് പണിയാണ്. കൂട്ടുകൊണ്ട കുട്ടികൾ ഇവരെ കണ്ടെത്തുന്നതിൽ കേമന്മാരാണ്. കണ്ടെത്തിയാൽ പിന്നെ ഓൾമൈറ്റി ടൂളിനെ വാട്ടർ ക്യാൻ ആക്കി മാറ്റി ഉപയോഗിക്കും. അതിന് ഇവയെ കൊല്ലാനുള്ള കഴിവുണ്ട്. സത്യത്തിൽ ഞങ്ങൾ മുമ്പുണ്ടായാലും കൂടുതൽ സ്ഥലം തോട്ടങ്ങൾക്കായി എടുത്തു. കാരണം കൂടുതൽ ആളുകളുണ്ട് ഇപ്പോഴിവിടെ. ജോലി ചെയ്ത ശേഷം ഫുഡ് അടിക്കുന്ന ഫീൽ വേറെ ലെവലാണ്. എന്നാൽ ഈ ലോകത്തിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ഒരുമാതിരിയാണ് കാണുന്നത്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ കഴിക്കും, രാത്രി കഴിക്കും. ഞാൻ രാവിലെ മാത്രമാണ് കഴിക്കുക. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇടിയും കൂട്ടൊരു ഭക്ഷണം കഴിപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. കഴിച്ചാ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കുമോ? ഹേയ്, ആരാ നിങ്ങളോട് പറഞ്ഞത്? എന്നാലും ഇപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. പുതിയ പശുക്കുട്ടി വന്നിരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ കെയർ കൊടുക്ക്. ഫുഡും കൊടുക്കണം. നമ്മുടെ ഫുഡ് സ്റ്റോറേജ് ഫുള്ളാണ്. എന്നാൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉള്ള ജോലി ചെയ്യാം, അതിനുശേഷം ബാക്കി നോക്കാം. എന്നാലും ഇവിടെ ജോലി ചെയ്യാൻ ആളുകളുണ്ടെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. ഇത്രയും നാൾ ഫുഡിന് വേണ്ടി മാത്രം ചെയ്തിരുന്നാൽ അഹങ്കാരത്തിനും വിൽക്കുന്നതിനും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കും. ഇപ്പോൾ ഹാപ്പിയാണ്. എന്നാലും അവർ ഇവിടെ വരുന്നതിന് മുമ്പ് വാറിയേഴ്സ് ആയിരുന്നതിനാൽ അവർ ഇപ്പോഴും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇതിലും മെയ്ഡ് ടീം ഇത്രയും കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നത് അവരുടെ സീക്രട്ട് മെയ്ഡ് യൂണിഫോം ഇടാൻ വേണ്ടി മാത്രമാണ്. ഇത് കാണുമ്പോൾ ഞാനും ട്രെയിനിങ് ചെയ്യണമെന്ന് തോന്നും. ബട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഫൈറ്റ് തന്നെ വരില്ല. ആ കത്തി തരൂ. കത്തി വാങ്ങി ടാർഗറ്റ് എങ്ങനെ എറിഞ്ഞാലും ഒരെണ്ണം പോലും ശരിയായിക്കൊണ്ടില്ല. എന്നാൽ ഇവളത് നിസ്സാരമായി കൊള്ളിച്ചു. ഇത് കണ്ട ഹീറോ കലിപ്പിൽ സ്പെയർ എടുത്തെറിഞ്ഞതും ചീഫ് അടിപൊളി, എനിക്ക് തന്നെ അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അതിനുശേഷം രാത്രി കില്ലർ റാബിറ്റിന്റെ ഇറച്ചിയും തേനും വെച്ചൊരു ഫുഡ് ഉണ്ടാക്കിയതും എനിക്ക് 20% വിശ്വാസമുണ്ട്. ഇനി ഹീറോ കുറഞ്ഞത് 50% ആക്കിക്കൂടെ? തന്ന ഫുഡ് ഒരു തുണ്ട് പോലും കളയാതെ കഴിക്കണം. ഇത് കേട്ട ഹീറോ ഒരു കഷ്ണം എടുത്തു വെച്ചതും മയങ്ങി വീണില്ലേ എന്നുള്ളൂ. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ അവർക്ക് വേണ്ടത് എന്താ എന്ന് അറിയാൻ കഴിയും. പെട്ടെന്ന് ചീഫ്, പ്രിൻസസ് യൂറി ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. എനിക്ക് ആപ്പിൾ കഴിക്കാൻ തോന്നുന്നു. കൂടാതെ എനിക്ക് ഈ ഡ്രസ്സും വേണം. എന്തേ? അബുട്ടൻ ചെയ്തു കൊടുത്ത ഡ്രസ്സാണ് പറയുന്നത്. ചീഫ് എന്താ ചെയ്യാൻ പോകുന്നത്? അത് നീ എന്നോട് ചോദിക്കുന്നത് നല്ലത് സാബുട്ടോനോട് ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ ഹീറോ രാത്രി കുളിക്കുന്ന സമയം മുമ്പ് നടന്ന സംഭവങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. അതും നമ്മുടെ ഹീറോ കുളിക്കാൻ വേറെ പണിയണമെന്ന് പറഞ്ഞാലും അതവർ സമ്മതിച്ചില്ല. എന്നാലും ഹീറോയുടെ നിർബന്ധപ്രകാരം വേറെ ഒരെണ്ണം പണിതു കൊടുത്തു. അതിനുശേഷം കുളിച്ച് വീട്ടിലേക്ക് വന്നതും എനിക്കിതാണ് പ്രശ്നം. ചീഫ് വീട്ടിൽ കയറി ഓവർ ഞാൻ കണ്ടു ഓവർ. ഞാനും ചീഫ് റൂമിൽ കയറി ഓവർ. ഞാൻ റൂമിൽ കയറിയാലും
ഇവർ എന്നെ തന്നെയാണ് നോക്കുന്നത്. ആരെങ്കിലും രക്ഷിക്കണേ. ഓ, ഇവരെന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ഗോഡ് എനിക്ക് തന്ന ഈ ലൈഫ് ഞാൻ നന്നായി ജീവിക്കും. ഓക്കെ, ഇനി നമുക്ക് നാളെ കാണാം. രാത്രിയായാലും പകലായാലും ഡോർഫ് എപ്പോഴും ആൽക്കഹോൾ മേക്കിങ്ങിൽ തന്നെയാണ്. അവർ എപ്പോഴും വർക്ക് ചെയ്താൽ മാത്രമേ ഒരു നല്ല ആൽക്കഹോൾ ഉണ്ടാകാൻ സാധിക്കൂ. അതിലും തീയുടെ അടുത്തുനിന്നാണ് കളിക്കുന്നത്. അതിന് ആള് ആരാതിന് തീയൊക്കെ കുടിക്കുന്നത്? അടിപൊളി. ശരി, ഞാനൊന്നും പറയുന്നില്ല. ചീഫ് എന്തായാലും ഇവിടെ വന്നു. അടിക്കുന്നോ? അതിന് ഹീറോ, വാവ് കൊള്ളാം, ബട്ട് ചീഫ് ഇത് നിങ്ങൾ കുടിക്കണ്ട എന്നാ ഞാൻ പറയാ. എന്നാൽ ഇത് തൊണ്ട കേടാക്കും. ഓ, അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഫെയിൽ ആയിട്ടുള്ളതാണോ? യാ, ബട്ട് ചീഫ് പുതിയ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മുന്തിരി വേണം. അതിന് ഹീറോ ഓക്കെ പറഞ്ഞാലും എങ്ങനെയാണ് ഇത് 3 മടങ്ങാക്കുന്നത്? ചീഫ്, ഒരു പ്രശ്നമുണ്ട്. പരിചയമില്ലാത്ത ഒരാൾ വില്ലേജിൽ വന്നിരിക്കുന്നു. എന്ത്, പരിചയമില്ലാത്ത ഒരാളോ? എങ്ങനെ ഇവിടേക്ക് വരാൻ പറ്റും? ഏഞ്ചൽസും സാബുട്ടോണും കണ്ടില്ലേ? എന്റെ ഈ ലുലു വന്ന്, ബ്രദർ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ലുലു, മൈ സിസ്റ്റർ, എങ്ങനെയുണ്ട്? നിനക്ക് ഇവനെ മുമ്പേ അറിയൂ. ഏയ് ഫ്ലോറ, നീ ഇവിടെ ഉണ്ടോ? ഇദ്ദേഹമാണ് വാമ്പയേഴ്സിന്റെ മുൻഗാമി. കുട്ടിയുണ്ടാകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാനത് ഉറപ്പിച്ചത്. ഇവർ പറയുന്നത് വെച്ച് നോക്കിയാൽ ആരുടെയൊപ്പം റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുവോ അവരുടെ രക്തം കുടിച്ചാൽ മാത്രം മതിയെന്ന്. ഹേയ് ലുലു, ഇതാരാ ശരിക്കും? അതിപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. ഗ്രാൻഡ് ഫാദറോ? അപ്പോൾ എത്ര വയസ്സുണ്ട്? അതൊരു 4000 വർഷം ഉണ്ടാവും. എന്ത് 4000 വർഷമോ? അത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത്രയും നാൾ എങ്ങനെ ഇത്ര ചെറുപ്പമായിട്ട് ജീവിക്കുന്നത്? അത് വളരെ സിമ്പിളാണ്. മെമ്മറി നശിപ്പിച്ചാൽ മാത്രം മതി. എന്നാലും ചില മെമ്മറികൾ ഞാൻ ഒരിക്കലും നശിപ്പിക്കാറില്ല. നിങ്ങൾ പറയുന്നത് കുറച്ച് ക്രേസി ആയിട്ട് തോന്നുന്നു. ആദ്യം ചെയ്തപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. എന്നാലും പിന്നീട് അങ്ങനെ തോന്നിയില്ല. പ്രത്യേകിച്ച് 800 വർഷങ്ങൾക്ക് മുമ്പാണ് റീസെറ്റ് ചെയ്തത്. ഓ, വാമ്പേഴ്സിന് ഇത്ര സ്കില്ലൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് അറിയുന്നത്. എന്ത്, അതിന് ഞാൻ മാജിക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞ ടോപ്പിക് മരത്തിന്റെ കീഴിലുള്ള ശില്പത്തിൽ വന്നതും. അപ്പോൾ നിങ്ങൾ ഗോഡിനെ കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നപ്പോഴാണ് കണ്ടത്. ബട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെമ്മറി റീസെറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മളെ ക്രിയേറ്റ് ചെയ്തവരെ ഒരു ശില്പമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അവർ എങ്ങനെയിരിക്കുമെന്ന് ഞാൻ അന്വേഷിച്ചത്. എന്തെന്നാൽ അതെനിക്ക് ഒന്നും ഓർമ്മയില്ല. ബട്ട് നിങ്ങളിവിടെ ഇത്തരം ഒരു മാസ്റ്റർ പീസ് ശില്പത്തിൽ എത്ര മനോഹരമായ ജീവിതമാണ് ജീവിക്കുന്നത്. ഇയാള് ശില്പത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വെച്ചേക്കുന്ന ശില്പം എനിക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. വേണമെങ്കിൽ അതുപോലെ മറ്റൊന്ന് ശരിയാക്കി തരാം. പിന്നീട് ഹീറോ മറ്റൊരു ശില്പം ഉണ്ടാക്കി റെഡിയാക്കി കൊടുത്തതും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അങ്ങയെ ഞാൻ കണ്ടെത്തി. ഇതിന് നിങ്ങൾക്ക് ക്യാഷ് വേണ്ടേ? ഹേയ്, അതൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ലുലു, കുട്ടിയെ നോക്കണം. ഫ്ലോറ, കൂടെ നിന്ന് നോക്കണം. തീർച്ചയായും. പിന്നെ ചീഫ്, ഇതുവരെ ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. അടുത്ത പ്രാവശ്യം വരാൻ ഞാൻ ശ്രമിക്കാം. ഇയാള് കുറച്ച് മെന്റലാണെന്ന് തോന്നുന്നു. അതിനുശേഷം ചർച്ചിൽ വന്നതും, മൈ ലോർഡ്, നിങ്ങൾ തിരിച്ചു വന്നോ? ഞാനിവിടെ വന്നിട്ട് എത്ര വർഷമായി? അത് 50 വർഷമായി. എന്നെ കണ്ടാലറിയില്ലേ? ഓക്കെ, നമ്മളിവിടെ ഒരു പുതിയൊരു മാറ്റം വരുത്താൻ പോവാണ്. എന്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്? ഞാൻ കൊണ്ടുവന്ന ഈ ശില്പം ഇവിടെ സെന്ററിൽ വെക്കാൻ തീരുമാനിച്ചു. ബട്ട് ഇതിനു മുമ്പുള്ള ശില്പങ്ങൾ ഇവിടെയല്ലേ ഉള്ളത്. അത് നീക്കാൻ പറ്റുമോ? അതിന് എന്നെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് ശില്പത്തെ സെന്ററിൽ വെച്ചതും, ഇത് കാണുമ്പോൾ ദൈവത്തെ നേരിട്ട് കണ്ട പോലെയുണ്ട്. ഈ ശില്പം ചെയ്തവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇല്ല, വേണ്ട, അവരൊന്നും ആഗ്രഹിക്കുന്നവരല്ല. എന്നാലും എപ്പോഴും നമ്മുടെ സപ്പോർട്ട് ദ ഗ്രേറ്റ് ട്രീ വില്ലേജ് ഉണ്ടാവണം. ഇതിന് ഇവിടെ ഹീറോ തുമ്മുന്നതും ലുലു ഇവിടെ പിയാനോ വായിക്കുന്നതും, ഇത് ഗ്രേറ്റ് ഫാദർ ക്യാഷിന് പകരം പിയാനോ സമ്മാനമായി നൽകി. ഇത് ഇവര് 3 പേരും കണ്ടിട്ട് ഇത്തരം പിയാനോ വലിയ ചർച്ചിൽ മാത്രമാണുള്ളത്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഹേയ്, ഇവിടെ നിൽക്കാതെ അവിടെ പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്താലോ? ഇനിയെങ്ങാനും ഇത് നശിച്ചാലോ? അതാണ് എനിക്കും പേടി. എന്ത്, വേറെ പിയാനോ വേണമെന്നോ? അതെങ്ങാനും നശിച്ചാൽ അതാ മറ്റൊന്ന് വേണമെന്ന് പറഞ്ഞത്. ഇത് കേട്ട ഹീറോ മൈക്കിളുമായി സംസാരിച്ച് മറ്റൊന്ന് കൊണ്ടുവന്നു. പിന്നെ വേറെന്ത്, എല്ലാവരും ചേർന്ന് പിയാനോ പ്ലേ ചെയ്യാൻ തുടങ്ങി. രാത്രിയായാലും ഹീറോയ്ക്ക് ഉറങ്ങാൻ പറ്റാതെയായി. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നതും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.